أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. والعاقبة للمتقين. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة خيرتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ സഫർ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളൂ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കാൻ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ മാസത്തെ വരവേൽക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഹബീബിൻ്റെ മേലിലുള്ള മൗലൂദ് പാരായണങ്ങൾ നിർവഹിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബിൻ്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇനിയും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇന്നും ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് പല ഭാഗത്തു നിന്നും കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, കർണാടക, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, ഇന്ന് പല ഭാഗങ്ങൾ, കോഴിക്കോട് നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിരുന്ന കൂടുതലും രോഗികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരു സഹോദരി കോഴിക്കോട് മിമിസ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഭർത്താവിന് തീരെ സുഖമില്ല, BP കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അടുത്ത സ്വഹാബത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവിടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫാഹ് നൽകട്ടെ. അതുപോലെ പലരും സിഹ്ർ ബാധയേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എത്രയോ ആളുകൾ വിളിച്ചു.
പേരുകളൊന്നും ഇപ്പോൾ വായിക്കാനൊന്നും സമയമില്ല. എന്നാൽ ചുരുക്കിക്കൊണ്ട് വേഗം പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ടും, ഷെഹ്റന്മാരുടെ ഷെഹ്റിനെ തൊട്ടും, കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ടും, വൈബന്മാരുടെ ഒയ്ബിനെ തൊട്ടും, അസൂയക്കാരുടെ അസൂയയെ തൊട്ടും, നമാമീങ്ങൾ നമീമത്തിനെ തൊട്ടും, ഫത്താനികളുടെ ഫിത്നയെ തൊട്ടും അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചായിരുന്നു. 2-3 ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഇസ്മുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തേണ്ടി വന്നു. ഭയങ്കര തിരക്കിലായിരുന്നു. ഒരുപാട് ആളുകൾ കാണാൻ വരികയും ഫോൺ കോളുകളിലൂടെ പലരും പല വിഷമങ്ങളും ചോദിക്കുകയും ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസ് എടുക്കാനും ചെയ്യാനൊന്നും കഴിയാതെ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരുപാട് ആളുകൾ കേട്ട് ഒരുപാട് ആളുകൾ നല്ല നല്ല അഭിപ്രായങ്ങൾ ഒക്കെ പറഞ്ഞ് അൽഹംദുലില്ലാ 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 അൽഫ മറ ശുക്റൻ ലില്ലാഹി ജസാക്കല്ലാഹു ഖൈറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് കാണുന്ന എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പലരും കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കച്ചവടത്തിലൊക്കെ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. എന്തെല്ലാം കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് വീട്ടി സലാമത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ കേട്ടു. അപ്പോൾ സങ്കടങ്ങളാണ് തോന്നിയത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ പരീക്ഷണം റബ്ബേ, മാറാവ്യാധി രോഗങ്ങൾ, ക്യാൻസർ പോലാത്ത രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, വീടും പറമ്പും വിറ്റ് യാചിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്ന ഒരു രോഗവും ഒരാൾക്ക് റബ്ബേ നീ നൽകരുത് അല്ലാഹ്. ദുന്യാവിലിട്ട് ഒരാളെ നീ കഷ്ടപ്പെടുത്തി റബ്ബേ. ജീവിതമാണ് ഖൈറെങ്കിൽ പരിപൂർണ ആരോഗ്യത്തോടും ആഫിയത്തോടു കൂടിയ ജീവിതം നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ചർച്ച ചെയ്തത് അസ്മാഉൽ ഹുസ്നയിലെ മഹത്വങ്ങളെക്കുറിച്ചായിരുന്നല്ലോ. അതിലെ ഇസ്മുകളെക്കുറിച്ച് ഇന്ന് 2-3 ഇസ്മ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ചെറിയ മഹത്വങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വേഗം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യാ മുതക്കബ്ബിർ യാ അല്ലാഹ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഇസ്മ. രണ്ടാമത്തത് യാ ഖാലിഖു യാ അല്ലാഹ്. മൂന്നാമത്തെ യാ ബാരിഉ യാ അല്ലാഹ്. ഈ 3 ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ യാ മുതക്കബ്ബിർ യാ അല്ലാഹ്, നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഖൈർ കൊണ്ട് അല്ലാഹ് റഹ്മത്ത് നൽകണേ അല്ലാഹ് എന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖൈറിനും ബർക്കത്തിനും വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ ഇസ്മിനെ എന്താണ് മുറുകെ പിടിക്കുക. യാ മുതക്കബ്ബിർ യാ അല്ലാഹ്, ഖൈറും ബർക്കത്തും പ്രകടമാകുന്ന വചനമാണ് ഇത്. ഈ ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക മുഅ്മിനീങ്ങളെ. എപ്പോഴും നിങ്ങൾ ഇത് ചൊല്ലുക. ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും അല്ലാഹു പ്രകടമാക്കുന്നതാണ്. ഖൈറും ബർക്കത്തും അല്ലാഹു നിങ്ങൾക്ക് നൽകും. അതുപോലെ ഭാര്യയും ഭർത്താവും രാത്രിയിൽ എന്താണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ഇസ്മിനെ ചൊല്ലിയാൽ സ്വാലിഹത്തായ മക്കൾ എന്താണ് അല്ലാഹു നൽകുന്നതാണ്. ഇതാണ് അതിൻ്റെ 2 മഹത്വങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ഖൈറും ബർക്കത്തും ഉണ്ടാകും, 2 സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകും. രണ്ടാമത്തെ ഇസ്മ അൽ ഖാലിഖു യാ ഖാലിഖു യാ അല്ലാഹ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 1 മണിക്കൂറോ അതിൽ കൂടുതലോ ചൊല്ലിയാൽ അവൻ്റെ കൽബും മുഖവും എന്താണ് പ്രകാശിക്കുന്നതാണ്.
രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അതായത് തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുന്നവർ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഈ ഇസ്മിനെന്താണ് 1 മണിക്കൂറോ അതിൽ കൂടുതലോ ചൊല്ലിയാൽ എന്താണ് അവൻ്റെ മുഖം പ്രകാശിക്കുകയും കൽബും മുഖവും എന്താണ് പ്രകാശിക്കുന്നതാണ്. അത്രയും മഹത്വമുള്ള ഇസ്മാണ് യാ ഖാലിഖു യാ അല്ലാഹ്. ഇതിനൊക്കെ വേറെ കുറേ അർത്ഥങ്ങൾ ഫളുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. യാ ബാരിയു യാ അല്ലാഹ് മൂന്നാമത്തെ ഇസ്മാണ് യാ ബാരിയു യാ അല്ലാഹ്. ഇത് തുടർച്ചയായി 100 തവണ വീതം 7 ദിവസം ചൊല്ലിയാൽ എല്ലാ ആഫത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഈ ഇസ്മിനെന്താണ് തുടർച്ചയായി 100 തവണ വീതം 7 ദിവസം ചൊല്ലിയാൽ എല്ലാ ആഫത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. എല്ലാ ആഫത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ യാ ബാരിയു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം എല്ലാവരും ചൊല്ലുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാവരും ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അമലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമ്പാദിക്കാനോ ഒന്നുമല്ല, സമ്പാദ്യമുണ്ടാക്കാനുമല്ല, നല്ലൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഞാൻ പഠിച്ചതും അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അത്രമാത്രം ഒരു ലക്ഷ്യം മാത്രമുള്ളൂ ഈ മജ്‌ലിസിന്. അതുകൊണ്ട് എല്ലാവരും എന്താണ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. മാതാപിതാക്കൾ, കുടുംബാദികൾ, ഭാര്യ ഭർത്താക്കന്മാർ ഒക്കെ, ഭാര്യ മരിച്ചവരുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചവർ, മക്കൾ മരിച്ചവരുണ്ട്, സഹോദരിമാർ മരിച്ചവരുണ്ട്, സഹോദരന്മാർ മരിച്ചവരുണ്ട്. അങ്ങനെ പലരും നമ്മളിൽ നിന്നൊക്കെ ഈ അടുത്തൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയവർ. കഴിഞ്ഞ വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയല്ലോ. അവിടെയൊക്കെ ഖബറുടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ ഖബറൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗീയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയൊക്കെ നാളെ സ്വർഗീയ ലോകത്ത് അവലീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.